ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സഭയിലുണ്ടാക്കിയ പ്രകമ്പനം പ്രതിപക്ഷത്തെ 3 MLA-മാരുടെ സസ്പെൻഷനിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് സഭയിലെ 4ാം ദിവസം കണ്ടിരിക്കുന്നത്. ബാനറുമായി സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് എത്തിയ പ്രതിപക്ഷാംഗങ്ങളെ തടയാൻ അവരിലും കൂടുതൽ വാച്ച് ആൻഡ് വാർഡുകളെ ഇറക്കിയായിരുന്നു പ്രതിരോധം. ഇരുഭാഗത്തും വനിതാ വാച്ച് ആൻഡ് വാർഡുകളെ നിയോഗിച്ചും പ്രതിരോധമുണ്ടായി. ഉന്തിലും തള്ളിലും ചീഫ് മാർഷലിന്റെ കൈക്ക് പരിക്കേറ്റുവെന്നും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചുവെന്നും സസ്പെൻഷൻ പ്രമേയം അവതരിപ്പിച്ച മന്ത്രി MP രാജേഷ് അറിയിക്കുന്നു. സഭയുടെ മര്യാദ എന്ന ആവർത്തനത്തിനിടയിൽ ഇന്നലെയും ഇന്നും നടന്ന വായ്മൊഴി വഴക്കങ്ങൾക്ക് വിലക്കില്ല. ഭരണപക്ഷം ഡെസ്കിലടിച്ച് പ്രോത്സാഹിപ്പിച്ച മുഖ്യമന്ത്രിയുടെ 8-മുക്കാൽ പ്രയോഗത്തിന്റെ ചുവട് പിടിച്ച് ഇന്ന് ചിത്തരഞ്ജനം പറഞ്ഞു ഒരു നാട്ടുവർത്തമാനം. നാട്ടിൽ വേറെയും ചൊല്ലുകളുണ്ട്. അതിലൊന്നാണ് കൊമ്പൻ പോയതിനു പിന്നാലെ മോഴ എന്നത്. അതാണ് ചിത്തരഞ്ജനെയും പ്രതിപക്ഷത്തെ തെമ്മാടിക്കൂട്ടമെന്ന് വിളിച്ച രാജഗോപാലിനെയും പ്രതികരണത്തിൽ കണ്ടത്. മുഖ്യമന്ത്രി ആരുടെയും പേരു പറഞ്ഞില്ല എന്ന രാഷ്ട്രീയ ശരിയായിരുന്നു ഇന്ന് മന്ത്രി MP രാജേഷിന്. ചിത്തരഞ്ജന്റെ സഭ്യത വിട്ട പ്രതികരണത്തിൽ ഊറിച്ചിരിച്ചവരിൽ ഭരണപക്ഷത്തെ ചിലരൊക്കെ ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ട്. സഭ വെട്ടിച്ചുരുക്കി പിരിഞ്ഞതിനാൽ ഇനി സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധങ്ങൾ തെരുവിലാണ്. പത്തനംതിട്ടയിൽ നിന്നും വിശ്വാസ സംഗമവുമായി പ്രതിപക്ഷം തെരുവിലേക്കിറങ്ങുകയാണ്. BJPയും തുടങ്ങിക്കഴിഞ്ഞു. പോറ്റിക്ക് പാളി കൊടുത്തുവിടാൻ ടീം പോറ്റിയെ നിയോഗിച്ചെന്ന് വ്യക്തമാകുന്ന തിരുവാഭരണ കമ്മീഷണറുടെ റിപ്പോർട്ടാണ് ഇന്ന് പുറത്തുവന്ന പുതിയ തെളിവ്. സഭയിലും പാളിയോ എന്നതാണ് ചോദ്യം. CPM MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ, മുസ്ലിം ലീഗ് MLA നജീബ് കാന്തപുരം, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, VS ജിതിൻ ദേവ് BJP പ്രതിനിധി എന്നിവരാണ് ചർച്ചയിലുള്ളത്. ശ്രീ നജീബ് കാന്തപുരം അല്പനേരമേ നമ്മോടൊപ്പമുള്ളൂ. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. ശ്രീ നജീബ് കാന്തപുരം, ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം, ഇന്ന് PP ചിത്തരഞ്ജന്റെ പ്രതികരണം, ഈ രണ്ടും ഏകദേശം ഒരേ സ്വഭാവത്തിലുള്ളതാണ് എന്ന് വേണം പറയാൻ. സഭയുടെ മര്യാദയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് മന്ത്രി MP രാജേഷ് ആയാലും P രാജീവായാലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഭരണപക്ഷത്തുനിന്നുണ്ടായ ഇത്തരം പ്രതികരണങ്ങളിൽ ഒരു മര്യാദകേടും കാണുന്നുണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഇന്നിപ്പോൾ MP രാജേഷ് മുഖ്യമന്ത്രിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അതിൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് അങ്ങേക്കെതിരെയാണെന്ന് തോന്നേണ്ടത്? സ്മൃതി, ഞാനൊരിക്കലും എനിക്കെതിരെയാണ് എന്ന് അവകാശപ്പെടുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ആർക്കെതിരെയാണെങ്കിലും, അത് ഭരണപക്ഷത്തെ MLA ആകട്ടെ പ്രതിപക്ഷത്തെ MLA ആകട്ടെ, സഭയുടെ തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായ ആ പദപ്രയോഗം ഏതെങ്കിലും ഒരു MLAക്കെതിരെയാണല്ലോ. അദ്ദേഹം വളരെ കൃത്യതയോടെ പറയുന്നു, 8-മുക്കാൽ അട്ടിവെച്ചതുപോലെയുള്ള ഒരാൾ. അത് കഴിഞ്ഞ് അദ്ദേഹം വളരെ കൃത്യമായി അതിന് വ്യാഖ്യാനവും കൂടി നൽകുകയാണ്. എന്നുവെച്ചാൽ വളരെ ഉയരം കുറഞ്ഞ ഒരാൾ, അദ്ദേഹത്തിന്റെ ശരീരക്ഷമത വെച്ച് ഈ പണിക്കൊന്നും പറ്റില്ല എന്ന് ആർക്കാണ് അറിയാത്തത്? അങ്ങനെ ഒരാൾ പോലീസിന് നേരെ, വാച്ച് ആൻഡ് വാർഡിന് നേരെ ഇരച്ചു കയറുന്നു, സമരരംഗത്ത് നിൽക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി വ്യാഖ്യാന സമേതം പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു ടങ് സ്ലിപ്പോ അങ്ങനെ ഒരു അബദ്ധത്തിൽ സംഭവിച്ചതോ അല്ല. വളരെ കൃത്യതയോടുകൂടി മുഖ്യമന്ത്രി ആലോചിച്ചുറപ്പിച്ചു പറഞ്ഞ് അതിന് വ്യാഖ്യാനം ചമച്ച ഒരു കാര്യമാണ്. നമ്മുടെ നിയമസഭ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന ഉണ്ടായി. ആ പ്രസ്താവന എത്രമാത്രം ആധുനിക കാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് ബോധ്യമുള്ള നമ്മുടെ യുവജന സമൂഹത്തിലെ പ്രതിനിധികൾ ഉൾപ്പെടെ ഈ സഭയിലിരിക്കുന്ന ഒരാൾക്ക് പോലും അത് മോശമാണ് എന്ന് തോന്നിയില്ല എന്ന് മാത്രമല്ല, അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് തോന്നിയില്ല എന്ന് മാത്രമല്ല, അതിനൊരു തിരുത്തലും ഉണ്ടായില്ല എന്നത് സ്മൃതി, ഈ കേരളത്തിൽ എന്ത് നവകേരളമാണ് ഇവർ പ്രതിനിധാനം ചെയ്യുന്നത്? കടകംപള്ളി ഒരു ആണത്തമുണ്ടെങ്കിൽ എന്ന് പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഒരു വാചകം പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം പിന്നീട് അത് തിരുത്തി പറയുകയും ചെയ്തു. അങ്ങനെ ഒരു തിരുത്തൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പിഴവെന്ന് പറയാൻ മറ്റാരും തയ്യാറാവുകയുമില്ലല്ലോ. കടകംപള്ളി തിരുത്തിയത് ആണത്തം എന്നൊരു പ്രയോഗത്തെയാണ്. എന്നാൽ അതിനേക്കാളും വിശദമായി മുഖ്യമന്ത്രി സംസാരിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു മനസ്താപവും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അനുകൂലിച്ച് ആ പ്രസ്താവനയിൽ എന്താണ് ഇപ്പോൾ കുഴപ്പം, ആരെങ്കിലും പരാമർശിച്ചോ, പേര് പറഞ്ഞോ എന്ന് ചോദിക്കുന്ന MP രാജേഷ് മിനിസ്റ്ററുടെ ഒരു നിലവാരം കൂടി ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. അപ്പൊ ഇവരൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന പുരോഗമനം, ഇവർക്ക് പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷം, ഇവർക്ക് പ്രതിനിധാനം ചെയ്യുന്ന സമത്വം എന്ന ആശയം, അതൊക്കെ ഈ ഏത് കാലത്തോടാണ് അവർ സംസാരിക്കുന്നത്? ഇത്ര പഴഞ്ചനായി എന്ന് പറഞ്ഞാൽ
70കളിലെ സിനിമയിലെ ബോഡി ഷെയ്മിങ് ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഏറ്റുപിടിക്കുന്നവരായി നിലകൊള്ളുന്ന ഇടതുപക്ഷത്തിന്റെ മാനസികാവസ്ഥയാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. പക്ഷേ ശ്രീ നജീബ് കാന്തപുരം, ഇന്നും ചിത്തരഞ്ജന്റെ പ്രതികരണവും വരുന്നു. പക്ഷേ ഇന്ന് സഭയിൽ പ്രതിപക്ഷം അതിരു വിട്ടോ എന്നൊരു സംശയമുണ്ടല്ലോ. കാരണം ഈ ചീഫ് മാർഷലിന് പരിക്കേൽക്കുകയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം വരികയും ചെയ്തിരിക്കുന്നു. 3 MLA-മാർക്ക് സസ്പെൻഷൻ എന്നുള്ള തീരുമാനം വരികയാണ്. അത് പ്രമേയമായി മന്ത്രി എം പി രാജേഷ് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? അത്തരത്തിലൊരു കയ്യേറ്റം എന്ന രൂപത്തിലേക്ക് ആ സംഘർഷം മാറിയിട്ടുണ്ടോ? കാരണം ഞങ്ങളുടെ പ്രതിനിധികളടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് കാണാവുന്ന രൂപത്തിലായിരുന്നില്ല ആ സംഘർഷം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ. സ്മൃതി, ഞാൻ ആ സഭയിലുള്ള ഒരാളാണല്ലോ. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആരെയാണെന്നറിയോ? പോലീസ് ഈ വാച്ച് ആൻഡ് വാർഡ് ഏറ്റവും കൂടുതൽ ആക്രമണം ഏറ്റുവാങ്ങിയ ആളുകളാണ്. വിൻസെന്റ് ഒരു ഘട്ടത്തിൽ ഞങ്ങളൊക്കെ ആകെ ഭയപ്പെട്ട് നിയമസഭാ സെക്രട്ടറിയോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കഴുത്തിൽ 2 പേര് കൈ ഇങ്ങനെ ആമം വെച്ചതുപോലെ വെച്ചിട്ട് അദ്ദേഹത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. ഞങ്ങളൊക്കെ ഉടനെ ഇടപെട്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിനെ പെട്ടെന്ന് വിട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം ബോധം കെട്ട് വീണു, അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു തലത്തിലായിരുന്നു വിൻസെന്റ് MLA ഉണ്ടായിരുന്നത്. റോജി MLA അവിടെ എന്ത് ആക്രമണമാണ് കാണിച്ചത്? അദ്ദേഹം മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ഈ ചീഫ് മാർഷൽ എവിടെയാണ് നിൽക്കുന്നത്? ഈ റോജിയുടെ അടുത്ത് പോലും അല്ല സ്മൃതി. രണ്ടാമത്തെ കാര്യം, സനീഷ് കുമാർ ജോസഫിന്റെ കൈകൾ ആകെ മാന്തി പറിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇന്ന് സനീഷ് കുമാർ ജോസഫ് അത് കാണിച്ചാൽ എന്ന് പറഞ്ഞാൽ, ഇന്ന് ആക്രമണത്തിന് വിധേയമായവരെ ആടിനെ പട്ടിയാക്കും വിധം നേരെ തിരിച്ച് ആക്രമിക്കപ്പെട്ടവരെ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ യഥാർത്ഥത്തിൽ സ്പീക്കറോട് സഹതാപമാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിനൊരു നിലപാടെടുക്കാനോ സ്വതന്ത്രമായി അഭിപ്രായം പറയാനോ പറ്റുന്ന ഒരു പാർട്ടിയിലല്ല അദ്ദേഹം ഉള്ളത്. ഇത് ഇരുമ്പുമറയാണ്. ആ ഇരുമ്പുമറക്കുള്ളിൽ നിന്ന് ഒരാൾക്ക് പോലും ഒരു നിലവിളി പോലും പറ്റാത്ത വിധത്തിലേക്ക് ഒരു ഏകാധിപത്യത്തിന്റെ കൂടായി ഇടതുപക്ഷം മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രേമൻ ഇവിടെ ചർച്ചയിലിരിക്കുന്നല്ലോ. ഞാൻ അദ്ദേഹത്തോട് ഒരൊറ്റ കാര്യമാണ് ചോദിക്കുന്നത്. ഈ ബോഡി ഷെയ്മിംഗ് നടന്ന ഒരു നിയമസഭയിൽ നേർക്കുനേർ കേട്ട ഒരാളെന്ന നിലയിൽ നിങ്ങൾക്ക് ഇത് തള്ളിപ്പറയാനുള്ള മനക്കരുത്തുണ്ടോ, ധൈര്യമുണ്ടോ? ഇത് ശരിയായിരുന്നില്ല, ഈ പദപ്രയോഗം മുഖ്യമന്ത്രി ഉപയോഗിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റുമോ? അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഇല്ലെങ്കിൽ അതിനർത്ഥം ഈ ഇരുമ്പുമറക്കുള്ളിൽ എല്ലാവരും ബന്ധിതരാണ് എന്ന് നമ്മൾ എല്ലാവരും വിചാരിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ സ്വരത്തിനപ്പുറം ഒരു സ്വരമില്ലാതെ എല്ലാ ജനാധിപത്യത്തിന്റെയും വാതിലുകളും ജനാലകളും കൊട്ടിയടക്കപ്പെട്ട ഒരു ഇരുട്ടുമുറിയിൽ നിന്ന് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഒരു മുഖ്യമന്ത്രി സംസാരിക്കുന്ന ഭാഷ, അദ്ദേഹത്തിന്റെ ശരീരഭാഷ, അദ്ദേഹത്തിന്റെ ക്ഷോഭം, അതെല്ലാം കേരളത്തെ ഭയപ്പെടുത്തുകയാണ്. ഞാൻ സ്മൃതിയോട് ഒരു കാര്യം കൂടി പറയാം. ഇന്നലെ ഞാൻ ഈ വിഷയം ഏറ്റെടുത്തത് എന്റെ നേരെ ഉണ്ടായൊരു പ്രയോഗം കൊണ്ടൊന്നുമല്ല. എന്റെ നേരെ പ്രയോഗം നടത്തിയാലും എനിക്ക് പ്രയാസമില്ല, ഇനി ആരുടെ പേരിലാണെങ്കിലും. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഉയരക്കുറവ് എന്ന് പറയുന്നത് വലിയ തോതിൽ ബോഡി ഷെയ്മിങ്ങിന് വിധേയമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് കുട്ടിക്കാലം മുതൽ അനുഭവിച്ചു വരുന്ന നിരവധി പേരുണ്ട്. ഇന്ന് സ്മൃതി അറിയോ, ഇന്നലെ രാത്രി എനിക്കൊരു പെൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഒരു കുട്ടി അവളുടെ അച്ഛനോട് പറഞ്ഞു, എനിക്കൊരു വീഡിയോ നിർബന്ധമായിട്ടും നജീബ് അങ്കിളിന് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു സ്മൃതി, ഞാൻ ആശങ്കപ്പെട്ടു സ്മൃതി. ഈ തലമുറയിലെ ഒരു 8ാം ക്ലാസ്സുകാരിക്കുള്ള വിവേകം പോലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് നഷ്ടപ്പെട്ടു പോയാൽ ആരാണ് തോറ്റുപോകുന്നത്? ആ പെൺകുട്ടി പറയാണ്, ഞാൻ എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ്, ഏറ്റവും ഉയരം കുറഞ്ഞ കുട്ടിയാണ്. എന്നെ എല്ലാ സമയത്തും എൻ്റെ സഹപാഠികൾ പലപ്പോഴും കളിയാക്കാറുണ്ട്. അതിൻ്റെ ഒരു ഇരയായ പെൺകുട്ടിയാണ് ഞാൻ. ഞങ്ങളെപ്പോലെ അനേകം ആളുകൾ മുഖ്യമന്ത്രി മുറിവേൽപ്പിച്ചത് കേവലം ഏതെങ്കിലും ഒരു MLA അല്ല. ആ ഉയരക്കുറവിന്റെ പേരിൽ അപമാനിക്കപ്പെടുന്ന അനേകം പെൺകുട്ടികളെയാണ്, ആൺകുട്ടികളെയാണ്, നമ്മുടെ കുരുന്നു മക്കളെയാണ്. അവരുടെ മനസ്സിനേറ്റ മുറിവ് കൂടിയാണ് ഇന്നലെ നിയമസഭയിൽ ഉണ്ടായത് എന്നത് ഒരു ചെറിയ കാര്യമല്ല. മാത്രമല്ല, നമ്മൾ ഈ നേടുന്നു എന്ന് പറയുന്ന നമ്പർ 1 എന്തിലാണ്? നമ്മുടെ നമ്പർ 1 ഇതാണോ?
ഇതാണോ കേരളം കൊടുക്കുന്ന നമ്പർ 1? ഇതാണോ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ജെൻസിക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്? എന്താണ് ആളുകൾക്ക് പൊളിറ്റിക്സിനോട് വിരക്തി ഉണ്ടാകുന്നു എന്ന് പൊതുപ്രവർത്തകരായ ഞങ്ങൾ പോലും പലപ്പോഴും ആത്മഗതം ചെയ്യേണ്ട ഗതികേട് വരുന്നത്? ഈ പുതിയ തലമുറയുടെ മനോഭാവത്തിനും ചിന്താഗതിക്കും അനുസരിച്ച് അവർ ജീവിക്കുന്ന ഒരു കാലത്തോട് പോലും അഡാപ്റ്റബിളായി സംസാരിക്കാൻ കഴിയാത്ത നേതൃത്വമാണ് അവരെ ഭരിക്കുന്നത് എന്നത് ഏറ്റവും സങ്കടകരമായൊരു ദുരന്തമാണ്. ആ ദുരന്തത്തിന്റെ ആൾരൂപമായി നമ്മുടെ മുഖ്യമന്ത്രി മാറിക്കൂടാ എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ, ഈ പ്രതിഷേധത്തിന് അവഹേളനമാണോ മറുപടി എന്നൊരു ചോദ്യമാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റായി പോയി എന്ന് ഭരണപക്ഷത്തെ ഒരംഗം പോലും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആരുടെയും പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്നതായിരുന്നു ഇന്ന് മന്ത്രി MP രാജേഷിന്റെ ന്യായീകരണം. അതൊരു ശരിയായ ന്യായീകരണമാണോ? പേര് പറഞ്ഞില്ലെങ്കിൽ എന്താ, പേരില്ലാത്ത ഒരാളെ ചൂണ്ടിക്കാണിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഈ പൊക്കക്കുറവ് കൊണ്ടും, പൊക്കക്കുറവെന്നാൽ ആരോഗ്യക്കുറവാണെന്നും ആരോഗ്യക്കുറവുള്ളവർ സഭയിൽ പ്രതിഷേധിക്കാൻ പാടില്ല എന്നും ഉള്ള ഒരു സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഇത് കേരളം മുഴുവൻ കേട്ടതല്ലേ? ഇവിടെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നം ഇന്ന് കേരള നിയമസഭയിൽ നടന്നത് ക്രിയാത്മക പ്രതിപക്ഷത്തിന്റെ ഏറ്റവും സർഗാത്മകമായിട്ടുള്ള ഇടപെടലായിരുന്നോ എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നോ പ്രതിപക്ഷം ഇന്നും ഇന്നലെയും ഒക്കെ സഭയിൽ പെരുമാറിയത്? അവരിന്ന് സഭയിൽ വന്നത് എന്തിനാണ്? പ്രതിഷേധിക്കാൻ മാത്രമാണോ? അങ്ങനെ പ്രതിഷേധിക്കാനാണെങ്കിൽ ആ പ്രതിഷേധത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഒരു വശത്ത് നിന്നിരുന്നവർ ഇരച്ച് വീണ്ടും സ്പീക്കറുടെ ഡയസിലേക്ക് കയറുന്ന വഴിയിലേക്ക് പോയത് എങ്ങനെയാണ്? സഭ തുടങ്ങുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് അവിടെ വാച്ച് ആൻഡ് വാർഡ് ഉണ്ടായിരുന്നേയില്ല സഭയിൽ. എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ നജീബ് അത് കണ്ടതല്ലേ? വാച്ച് ആൻഡ് വാർഡ് ആരുമില്ലാതെയാണ് സഭ സാധാരണ പോലെ ആരംഭിച്ചത്. അങ്ങനെ ആരംഭിച്ച സഭയിലേക്ക് ആരാണ് ഡയസിലേക്ക് പാഞ്ഞെടുത്തത്? അങ്ങനെ പാഞ്ഞെടുക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ സ്വാഭാവികമായിട്ടും സഭയുടെ ചട്ടങ്ങളുടെയും സഭാ പ്രവർത്തനത്തെയും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലല്ലേ വാച്ച് ആൻഡ് വാർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്? ഇന്നലെ സ്ത്രീകൾ, വാച്ച് ആൻഡ് വാർഡായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കിടയിലേക്ക് തള്ളിക്കയറുകയാണ്. അതിനെ സംബന്ധിച്ച് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മളെല്ലാവരും കേൾക്കുകയും ചെയ്തു. പറഞ്ഞത് അതിന്റെ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും ഒക്കെ അദ്ദേഹം നൽകുകയും ചെയ്തു. കാരണം അത്രമാത്രം ശരീരം കൊണ്ട് ദുർബലരായ മനുഷ്യർ ഇങ്ങനെ ആക്രമിക്കുന്നത് നിയമസഭാ അംഗമെന്ന പരിരക്ഷയുടെ ഭാഗമായിട്ടാണ്. അത്തരം ഒരു പരിരക്ഷ കിട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ആക്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഒരാളുടെയും പേരെടുത്ത് പറഞ്ഞില്ല. ആരോഗ്യക്കുറവെന്ന് എങ്ങനെയാണ് മുഖ്യമന്ത്രി വ്യാഖ്യാനിക്കുക? എന്താണ് അതിന്റെ അർത്ഥം? അല്ല, വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ബോധ്യത്തിൽ പറഞ്ഞതാണല്ലോ. അല്ല, ആ ബോധ്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ ഇത്രയും ഒന്നിൽ കൂടുതൽ ഒരാളെയല്ല വനിതാ വാച്ച് ആൻഡ് വാർഡ് ഉൾപ്പെടെയുള്ള വനിതാ വാച്ച് ആൻഡ് വാർഡിനെ പുരുഷ MLA-മാര് അവർക്കിടയിലേക്ക് ഇടിച്ചു കയറുകയും അവരെ ഒരു തരത്തിൽ അവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന സഭയുടെ നാഥൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി ഒരു പ്രതികരണം നടത്തി. ആ പ്രതികരണം നടത്താൻ ഇടയായ സാഹചര്യം എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കണം. അത്തരം പ്രതികരണം ഇതിനു മുമ്പ് നിയമസഭയ്ക്കകത്ത് നടത്തിയിട്ടുള്ള വ്യത്യസ്തമാർന്ന പ്രതികരണങ്ങൾ മാറിയ കാലത്ത് ഉയർന്നു വന്ന ശീലങ്ങളുടെ, രീതികളുടെ, പഴഞ്ചൊല്ലുകളുടെ ഒക്കെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അത്തരം പഴയ പഴഞ്ചൊല്ലുകളൊന്നും ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. എങ്കിലും അറിയാതെ അത് പറഞ്ഞു പോകുന്നുണ്ട് പലരും. അത് ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വാഭാവികമായും അതിനെയൊക്കെ തിരുത്തുകയും ആധുനിക ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഷയും രീതിയും ഒക്കെ സ്വീകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് ഇടതുപക്ഷവും. അതിലൊന്നും ഒരു നിലയിലുള്ള അഹങ്കാരത്തിന്റെ സ്വരവുമില്ല. അവരാളെയും ഇന്നലെ പകലായിരുന്നില്ലേ ആ പ്രതികരണം? ഇന്നേക്കിപ്പോൾ രാത്രിയായില്ലേ? അതെ, ഇന്നത്തെ രാത്രിയോടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഒരാളെ പറഞ്ഞതല്ല, ഏതെങ്കിലും ഒരു MLA പറഞ്ഞതല്ല. അത്തരത്തിൽ ചെയ്യുന്ന രീതിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് നമ്മളെല്ലാം കേൾക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയാനിടയായിട്ടുള്ള സാഹചര്യം അതൊരാളുടെ ആരോഗ്യക്കുറവിനെയും പൊക്കക്കുറവിനെയും അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, സഭയുടെ പരിരക്ഷ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും അക്രമങ്ങളും കാണിക്കുന്നത് എന്നാണ് സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല. എന്റെ അഭിപ്രായം സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. കാണുമ്പോൾ അത് അറിയാം. എന്നിട്ട് സഭയുടെ പരിരക്ഷ വെച്ച് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്.
ശ്രീ രാജീവ് കാന്തപുരം, അങ്ങ് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിച്ചോ, പ്രത്യേകിച്ച് വനിതാ വാച്ച് ആൻഡ് വാർഡുകളെ? അല്ല, ഞാൻ സ്മൃതി ഒരു വളരെ ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം, ഇത് മാത്രമാണ് എനിക്ക് പ്രേംകുമാറിൽ നിന്ന് വേണ്ടത്. എന്താ വെച്ചാൽ, ഇത് ശരിയാണോ തെറ്റാണോ? മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ടങ് സ്ലിപ്പായി പറഞ്ഞു പോയ ഒരു കാര്യമല്ല. അദ്ദേഹം ഉപയോഗിച്ച ഒരു അദ്ദേഹം ഉദ്ദേശിച്ച ഒരു ഉദ്ധരണിക്ക് അദ്ദേഹം തന്നെ കുറച്ചുകൂടി വ്യാഖ്യാനം നൽകുകയാണ്. എന്താ വെച്ചാൽ, ഉയരം കുറഞ്ഞ ഒരാൾ, അയാളുടെ ശരീരശേഷി ഇതിനൊക്കെ പറ്റുമോ എന്നുപോലും ആലോചിക്കാതെ, നിങ്ങൾ നോക്കൂ എത്ര കൃത്യതയോടെ ഒരു ബോഡി ഷെയിം നടന്നു. ആ ബോഡി ഷെയിം ശരിയോ തെറ്റോ, ഇതിന് മാത്രം പ്രേം ഉത്തരം പറഞ്ഞാൽ മതി. ശ്രീ പ്രേംകുമാർ, അങ്ങേക്ക് പറയാം. ഞാൻ പറഞ്ഞത് അത് മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കാം നമുക്കെന്നേ. മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. മുഖ്യമന്ത്രി തന്നെ വരട്ടെ, മുഖ്യമന്ത്രി തന്നെ ഇനിയും സഭയുടെ ഭാഗമായി വരുമല്ലോ. അദ്ദേഹം പറഞ്ഞൊരു പ്രതികരണത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇതുവരെ തിരുത്തിയില്ല എന്ന് മാത്രമല്ല, ഞാൻ പറയട്ടെ, അത് പാർലമെന്ററി കാര്യമന്ത്രി ഞാനൊന്ന് പറഞ്ഞോട്ടെ കാര്യമന്ത്രി രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, അതിനെ ന്യായീകരിച്ചിരിക്കുകയാണ്. പ്രസിഡന്റിനെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ന്യായീകരിച്ചൊരു രീതി ഉണ്ടായിരുന്നു, പരസ്പരം അഭിസംബോധന ചെയ്ത ഒരു രീതി. ആ രീതിയെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? ഇന്നലെ പ്രതിപക്ഷ നേതാവ് അതെന്താണ് സഭയ്ക്കകത്തെ കുറിച്ച് പറയുമ്പോൾ, സഭയ്ക്കകത്തുണ്ടായ പ്രസംഗത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാനാണെങ്കിൽ ഇവിടെ എണ്ണിയെടുക്കാന്നേ. പറഞ്ഞോട്ടെ ഞാനിവിടെ പറഞ്ഞു വന്ന പൊളിറ്റിക്സിനോട് വിരക്തി തോന്നുന്ന കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. AI ക്യാമറ വന്നപ്പോ അതിനെ മുറം കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില്. നജീബിന് അറിയില്ലേ അങ്ങനെന്താ പറഞ്ഞു വരുന്നത്? അത് ധാരാളം അല്ല, വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ സംബന്ധിച്ച് അതെ, ഒരു കുഴപ്പമില്ല, അതിലൊരു കുഴപ്പവും കാണുന്നില്ല. പത്രസമ്മേളനത്തിനിടയിൽ KPCC പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവ് വരാൻ അല്പം വൈകിയപ്പോ അദ്ദേഹം മൈക്കിലൂടെ പറയാണ്, അതെ AI ക്യാമറ വരുമ്പോ അതെ അത് വിരക്തി തോന്നാനും ആധുനിക കേരളത്തിന് അനുസൃതമായിട്ടുള്ള ഏറ്റവും സർഗാത്മകമായിട്ടുള്ള ഇടപെടലാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, എങ്ങനെയാണ് ചീഫ് മാർഷലിന് പരിക്ക് പറ്റുന്നത്? ചീഫ് മാർഷൽ അവിടെ പ്രതിപക്ഷാംഗങ്ങൾ ഇരിക്കുമ്പോ അവിടെ ഒന്ന് ആക്രമിച്ചതാണോ? കാരണം കഴിഞ്ഞ വർഷവും ഇതുപോലെ അല്ലല്ല ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ചില MLA-മാർക്കെതിരെ ജാമ്യമില്ലാ കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ പരിക്കില്ല എന്ന് തെളിഞ്ഞു. ആ കേസ് പിൻവലിക്കേണ്ടി വന്ന ഒരു കഥ കൂടിയുണ്ട്. അതുകൊണ്ട് ഇത് ഭരണപക്ഷത്ത് പറഞ്ഞൊരു വാദമായിട്ട് കേൾക്കാൻ പറ്റുകയുള്ളൂ. കാരണം അതിന് തെളിവ് നമ്മുടെ മുന്നിലില്ല. ആ പരിക്ക് നമ്മളാരും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നോക്കിയോ? ഈ പറയുന്നത് ഞാൻ പറയട്ടെ, പ്രേംകുമാർ ഇരുന്നതിനേക്കാളും തിരുവനന്തപുരത്ത് തന്നെയല്ലേ അദ്ദേഹം ചികിത്സ തേടിയിട്ടുള്ളത്. നജീബിനോട് പോവാം. മെഡിക്കൽ കോളേജിൽ പോയി അഡ്മിറ്റ് ചെയ്യുന്നൊക്കെ ഒരു രീതിയാണല്ലോ. മെഡിക്കൽ റിപ്പോർട്ട് കള്ളാണോ? അല്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് നേരത്തെ കൊണ്ടുവന്നിരുന്നേ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്താണ് കാര്യം ചോദിക്കാനോ അന്വേഷിക്കാനോ? മാത്രമല്ല, ചീഫ് മാർഷല് ഞാൻ പറഞ്ഞത് ചീഫ് മാർഷൽ തന്നെ മാറി. അതേ ചീഫ് മാർഷലാണ്. അതുകൊണ്ട് ഒരാൾ ചീഫ് മാർഷലായിരിക്കുന്ന ഒരാള് കള്ളം മാത്രമേ പറയൂ എന്ന് പ്രതിപക്ഷ നേതാവ് പറയാണ്. ചീഫ് മാർഷലായിട്ട് നിൽക്കുന്ന ഒരാള് കള്ളം മാത്രമേ പറയൂ എന്ന മുൻവിധിയോടുകൂടി പറയാണ്. ശരി, നജീബ് കാന്തപുരം ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞോട്ടെ. ചീഫ് മാർഷൽ പരിക്ക് പറ്റി അദ്ദേഹം ഇറങ്ങുന്നുണ്ടോ? ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്മൃതി, എനിക്കൊരൊറ്റ ഉത്തരേ അറിയേണ്ടതുള്ളൂ. കാരണം കേരളം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരാണ്. മുഖ്യമന്ത്രിയുടെ ഈ ബോഡി ഷെയ്മിങ്, വളരെ പ്രകടമായ ബോഡി ഷെയ്മിങ്, അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ കടകംപള്ളി നടത്തിയ ബോഡി ഷെയ്മിങ്, ഇന്ന് ചിത്തരഞ്ജൻ MLA നടത്തിയ ബോഡി ഷെയ്മിങ്, ഈ ബോഡി ഷെയ്മിങ്ങിനോട് CPM ഇടതുപക്ഷ MLA-മാരും യോജിക്കുന്നുണ്ടോ? ഈ യോജിക്കുന്നുണ്ടെങ്കിൽ കേരളം ഭയപ്പെടണം. കാരണം ഇന്ന് നമ്മൾ ആർജിച്ചു എന്ന് പറയുന്ന സകല നേട്ടങ്ങളെയും നിരാകരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണത്.
ആ മാനസികാവസ്ഥ പുതിയ തലമുറക്ക് യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ബോഡി ഷേമിംഗ് ശരിയാ, ഒരു നിലയിലും അതല്ല. യോജിക്കുന്നില്ല. ശ്രീ കാന്തപുരം. ബോഡി ഷേമിംഗ് നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് നിലപാട്. ശരി, ബോഡി ഷേമിംഗ് നടത്താൻ പാടില്ല. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റല്ലേ? അത് മുഖ്യമന്ത്രി പറയാൻ പാടുണ്ടോ? CPM-ന്റെ നിലപാട് ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ബോഡി ഷേമിംഗ് പാടില്ല. എന്താ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയെ തിരുത്താൻ CPM സംശയം ആ കാര്യത്തിലില്ല. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയെ CPM തിരുത്തോ? അതെ, ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ബോഡി ഷേമിംഗ് നടത്തുക എന്നത് ബഹുമാനായ മുഖ്യമന്ത്രിയെ തിരുത്താൻ CPM തയ്യാറാവോ? അത് പാടില്ലാത്തത് തന്നെയാണ്. അപ്പോൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് ശരിയല്ലാത്തതാണ്. തിരുത്തുമോ ശ്രീ പ്രേംകുമാർ? സ്വാഭാവികമായി എന്താ തിരുത്താൻ? തെറ്റുപറ്റിയാ തിരുത്തുന്നതിലൊന്നും ഒരു പ്രയാസവും ഇല്ല. മുഖ്യമന്ത്രി അത് തിരുത്തുമെന്നാണോ കടകംപള്ളി തന്നെ പറയുന്നത്? പറഞ്ഞല്ലോ നിയമസഭയ്ക്കകത്ത്. നമുക്ക് എന്താ പറ്റിയ തെറ്റുപറ്റിയാ തിരുത്താൻ പ്രശ്നം? മുഖ്യമന്ത്രി തിരുത്തുമോ? ആരായാലും അപ്പൊ രണ്ട് കാര്യം അതൊന്ന് വേറിട്ട് ഈ നിൽക്കുന്ന ചർച്ചയിൽ സ്മൃതി, ബോഡി ഷേമിംഗ് എനിക്ക് 2 മിനിറ്റ് കൂടി ഇരിക്കാൻ പറ്റുള്ളൂ. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അങ്ങ് ഇതിനും കൂടെ പറയണം. ശ്രീ നജീബ് കാന്തപുരം, ചീഫ് മാർഷലിന് പരിക്കേറ്റത് നിങ്ങളിലെ 3 MLA-മാർ പരിക്കേൽപ്പിച്ചത്. ഞാൻ ഒറ്റ കാര്യോട് പറയാം. ഏതായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രേംകുമാറിനെ പോലെയുള്ള പുതിയ തലമുറയിലെ ഇടതുപക്ഷ MLA-മാരെങ്കിലും ഇത് തെറ്റാണ്, ഇത് ശരിയായില്ല, ഇത് തിരുത്തേണ്ടതാണ്, CPM ഇത് തിരുത്തിക്കുമെന്ന് പറഞ്ഞതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അദ്ദേഹം അങ്ങനെയാണ് പറയേണ്ടത്. അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ചീഫ് മാർഷൽ, ഞാൻ ചോദിക്കട്ടെ, നിയമസഭയിൽ എന്തെല്ലാം ആറാട്ട് കണ്ടവരാണ് നമ്മൾ. എന്തെല്ലാം ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്ത് ബഹുമാന്യനായ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം നിയമസഭയിൽ കാണിച്ച കൂത്താട്ടം. അതെല്ലാം കേരള സമൂഹം കണ്ടതല്ലേ? എന്തെല്ലാം നാടകങ്ങൾ നമ്മൾ കണ്ടു, എന്തെല്ലാം ആക്രമണങ്ങൾ കണ്ടു. ഇന്ന് ചീഫ് മാർഷൽ ഈ പ്രശ്നം മുഴുവൻ തീരുന്നവരെ, ഞങ്ങൾ ഒരു 2 മീറ്റർ അകലത്തിലാണ് നിൽക്കുന്നത് സ്മൃതി. അദ്ദേഹം പുഞ്ചിരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു, അദ്ദേഹം ചിരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹം ആ ചിരി കണ്ടിട്ട് മഞ്ഞളാംകുഴി അലി MLA അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ആളെ കളിയാക്കുന്ന ചിരിയും ചിരിച്ചോണ്ട് നിൽക്കുന്നത്? ഇങ്ങനെ ഒരാൾ പൊടുന്നനെ ഈ സഭയിൽ നിന്ന് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ രോഗിയായി മാറുന്നു, ആസ്പത്രിയിൽ എത്തുന്നു, അദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയ വേണ്ടി വരുന്നു, അദ്ദേഹത്തിന്റെ ജീവൻ ഇപ്പൊ നിലനിൽക്കുന്നു എന്ന് പോലും സംശയത്തിലേക്ക് എത്തുമെങ്കിൽ അത് ഞങ്ങൾ ആക്രമിച്ചിട്ടല്ല. ആരാണ് ആക്രമിച്ചത് എന്ന് അവിടെ CCTV ഉണ്ടല്ലോ. CCTV മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ ബഹുമാന്യനായ സ്പീക്കർ തയ്യാറാകണം എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ശരി, CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നുള്ളതാണ് നജീബ് കാന്തപുരം MLA പറയുന്നത്. ബാക്കിയുള്ളവർക്ക് ഇന്നിപ്പോൾ BJP-യുടെ പ്രതിഷേധം സംസ്ഥാനത്ത് പലയിടത്തായി കണ്ടു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, തൃശൂർ എല്ലായിടത്തും, കൊല്ലത്തടക്കം സംഘർഷങ്ങളിലേക്കാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ പോയത്. അപ്പോൾ ഇനിയുള്ള പ്രതിഷേധങ്ങളുടെ സ്വഭാവം എന്താണ്? തീർച്ചയായും സ്മൃതി, ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും പോലീസിനെ ഉപയോഗിച്ച് BJP-യുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താനാണ് CPM അല്ലെങ്കിൽ സർക്കാർ ശ്രമിച്ചത്. അതിനോട് വിധേയപ്പെടാൻ BJP തീരുമാനിച്ചിട്ടില്ല. ശക്തമായ പ്രതിഷേധം BJP-യുടെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം ഇതൊരു ഗുരുതരമായിട്ടുള്ള കൊള്ളയാണ്. ശബരിമലയിലും സമാനമായ കൊള്ളയാണ് മറ്റു ക്ഷേത്രങ്ങളിലും നടന്നിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJP-യുടെ തീരുമാനം. ഇതിനകത്ത് ഒരു വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കണം, ഇതിനകത്ത് സാങ്കേതികപരമായിട്ടുള്ള അന്വേഷണം നടക്കണം, ശാസ്ത്രീയമായ അന്വേഷണം നടക്കണം. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളോടെ മാത്രമേ ഈ വലിയ കൊള്ളയുടെ, അതായത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടെ നടന്ന ഈ വലിയ കൊള്ളയുടെ ചുരുള് അഴിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് നെല്ലും പതിരും തിരിയുന്നത് വരെ BJP ശക്തമായ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇന്നലെയും ഇന്നുമൊക്കെ CPM നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കേൾക്കുന്ന സമയത്ത് ഇനി സ്വർണം സൂക്ഷിക്കാത്തതിന് അയ്യപ്പനെ പ്രതിയാക്കി ഇവർ കേസെടുക്കുന്നത് മാത്രമാണ് അറിയേണ്ടത്. കാരണം അതും സംഭവിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ആ അവസ്ഥയിലേക്കാണ് CPM നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോഴാണ് ഈ റിപ്പോർട്ടർ TV-യിലെ അങ്ങയുടെ ഇൻട്രോയിൽ ഈ ചിത്രരഞ്ജന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടത്. ശ്രീ പ്രേംകുമാർ എന്തായാലും ക്രിയാത്മകം, സർഗാത്മകം എന്നൊക്കെ വാക്ക് ഉപയോഗിച്ചെങ്കിലും അവസാനം മുഖ്യമന്ത്രി തിരുത്താൻ തയ്യാറായതിൽ സന്തോഷം. നോക്കൂ, എത്ര മോശപ്പെട്ട ഒരു വാചകമാണ് ശ്രീ ചിത്രരഞ്ജന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 2 കൈയും ഇല്ലാത്ത ഒരാൾ എവിടെ ഉറുമ്പ് കയറിയ കാര്യങ്ങളൊക്കെ പറയാം. ഇതിനെയാണോ സ്പീക്കർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സഭ TV കുട്ടികൾ കാണുന്നതാണ്, ഇതൊക്കെ കുഞ്ഞുങ്ങൾ കാണുന്നതാണെന്നൊക്കെ പറഞ്ഞ് വലിയ തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ഇവർക്ക് നിലതെറ്റുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, കുലംകുത്തിയും നാറിയും പരമനാറിയും പിന്നെ അതേപോലെ നികൃഷ്ടജീവിയും മാടമ്പിയൊക്കെ ഇവർക്ക് എപ്പോൾ നിലതെറ്റുന്നോ ആ സമയത്തൊക്കെ വരും. അപ്പൊ ഇവർ നിലനിറ്റ് നിൽക്കുകയാണ് CPM. കാരണം ഈ നടന്നിരുന്ന ഇവർ മറച്ചുവെക്കാൻ ശ്രമിച്ച CPM-ന്റെ രാഷ്ട്രീയ നേതൃത്വം ബോധപൂർവം മറച്ചുവെക്കാൻ ശ്രമിച്ച ഒരു വലിയ സ്വർണ്ണക്കൊള്ള
പുറത്തേക്ക് വന്നിരിക്കുന്നു. മാധ്യമങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 10-15 ദിവസമായി മാധ്യമങ്ങൾ ഇത് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു, വാർത്തകൾ കൊടുക്കുന്നു. അപ്പോൾ ഈ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നതിൽ അങ്ങേയറ്റം അസ്വസ്ഥരാണ് ഇവർ. ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ആഗോള തട്ടിപ്പ് സംഗമം നടത്തിയത്. ഇപ്പോൾ വെളിവായില്ലേ, 8.5 കോടി രൂപ മുടക്കി സംഗമം നടത്തുന്നു. 10 ലക്ഷം രൂപ അവാർഡ് തുകയുള്ള ദാദാ ഫാൽക്കെ അവാർഡ് ജേതാവ് മോഹൻലാലിനെ ആദരിക്കാൻ എന്ന പേരിൽ 2.83 കോടി രൂപ പൊതുഖജനാവിൽ ചെലവഴിക്കുന്നു. ഇങ്ങനെ ദൂർത്തും അഴിമതി നടത്തി വികസന മുരടിപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വെറുതെ നമ്പർ 1 എന്ന് പറഞ്ഞ് നമ്പർ 2 പരിപാടി കാണിക്കുന്ന ഈ സർക്കാരിനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു സ്മൃതി. അതിന്റെ അസ്വസ്ഥതയാണ് ഈ പ്രതികരണങ്ങൾ ഇതെല്ലാം ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് ശ്രീ പ്രേംകുമാർ അങ്ങ് മുഖ്യമന്ത്രിയെ തിരുത്തിയതുപോലെ ഈ ചിത്രഞ്ജനെയും തിരുത്താൻ തയ്യാറാകണം. കാരണം ഇതൊന്നും ശരിയായ പ്രവണതകളല്ല, ശരിയായ വാചകങ്ങളല്ല. 2 കൈയും ഇല്ലാത്ത ആൾ, അങ്ങനെ 2 കൈയും ഇല്ലാത്ത അവസ്ഥ ഒരാൾക്ക് ഉണ്ടാകുന്നത് അത് എന്തെങ്കിലും അയാളുടെ കുഴപ്പം കൊണ്ടാണോ? ഇങ്ങനെയൊന്നും പറയരുത് എന്ന് നിങ്ങളുടെ സഹപ്രവർത്തകരോട് പറയണം. ഇതൊക്കെ ബോഡി ഷെയ്മിംഗ് ആണ്. ബോഡി ഷെയ്മിങ്ങിന്റെ അപാരതമ്യയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ പിന്നെ വന്നിരുന്നുകൊണ്ട് സർഗാത്മകവും ക്രിയാത്മകവും ഈ പുരോഗമനം ഒന്നും പറയരുത്. അതൊക്കെ തെറ്റാണ് എന്ന് അങ്ങേ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്മൃതി, ഒരു കാര്യം കൂടെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാളില് ശ്രീ KT ശങ്കരൻ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം സന്നിധാനത്തേക്കും സ്ട്രോങ് റൂമിലേക്കൊക്കെ പോകുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതൊക്കെ മറ്റന്നാള് അപ്പൊ ഇതൊക്കെ പരിശോധന നടത്തുന്ന അതെ ഇതൊക്കെ പരിശോധന നടത്തുമ്പോൾ അദ്ദേഹത്തിന് ബോധക്ഷയമൊന്നും വരാതിരുന്ന ഭാഗ്യം. കാരണം അവിടെ നടന്നിരുന്ന ക്രമക്കേടുകൾ ചെറുതല്ല സ്മൃതി. ഇതിനകത്ത് വലിയ ഗൂഢാലോചനകളുണ്ട്. ചില പേരുകളൊക്കെ ഈ മുരാരി ബാബുവിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒക്കെ കൂട്ടിച്ചേർത്ത് വെക്കാൻ പറ്റുന്ന ചില INTUC നേതാക്കന്മാരുടെ പേരുകളൊക്കെ പുറത്ത് ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വസ്തുനിഷ്ഠമായ അന്വേഷണം നടന്നേ മതിയാകൂ സ്മൃതി. ഇത് അയ്യന്റെ മുതൽ കട്ടെടുത്തതിന്റെ വിഷയമാണ്. അതുകൊണ്ട് ഈ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നതുവരെ, യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുന്നതുവരെ ശക്തമായ പ്രക്ഷോഭവുമായി BJP സമരരംഗത്തുണ്ടാകും. ശരി, ശ്രീ N ശ്രീകുമാർ, ഇപ്പോൾ സഭയിലെ പ്രതിപക്ഷ പ്രതിഷേധം ഇന്ന് അവസാനിക്കുകയാണ്. കാരണം ഇന്ന് സഭാ നടപടികൾ വേഗത്തിലാക്കി, നാളെ കൂടി ഉണ്ടായിരുന്നു, വേഗത്തിലാക്കി ഇന്ന് സഭ പിരിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷം മുഴുവൻ സമയം പുറത്ത് തന്നെയായിരുന്നു. അകത്തുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങളുടെ സ്വഭാവം നമ്മൾ കണ്ടാണല്ലോ. സഭയ്ക്ക് പുറത്ത് ഈ ശബരിമല വിഷയത്തിലുള്ള പ്രതിഷേധം വേറെ രൂപത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നിപ്പോൾ പത്തനംതിട്ടയിൽ തുടങ്ങിയിരിക്കുന്ന സംഗമം, വിശ്വാസി സംഗമം, അതിൽ KC വേണുഗോപാൽ പങ്കെടുക്കുന്നു. ഇനി അങ്ങോട്ട് തുടർ പ്രതിഷേധ പരമ്പര എന്ന് പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ ആലോചിക്കുന്നത്? കാരണം മുൻപ് BJP നടത്തിയിരുന്ന പ്രതിഷേധങ്ങളുടെ ഒരു സ്വഭാവത്തിലേക്ക് ഒരിക്കൽ പോലും കോൺഗ്രസ് പോയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അയ്യപ്പന്റെ ചിത്രം വെച്ചുകൊണ്ട്, വിളക്ക് കത്തിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു പ്രതിഷേധ സ്വഭാവത്തിലേക്ക് കോൺഗ്രസ് മാറുകയാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നോക്കൂ ശ്രീമതി സ്മൃതി, ഇത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണം കടത്തിയ സംഭവത്തിലാണ്. അതൊരു ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റത്തിൽ ഒരു ഉത്തമമായ പ്രതിപക്ഷം നടത്തേണ്ട സമരപരിപാടികൾക്കാണ് UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ശ്രമിക്കുന്നത്. അത് ഭക്തിയുടേതായ കാര്യം മാത്രമല്ലല്ലോ. സ്വർണം കടത്തിക്കൊണ്ടുപോവുക എന്നുള്ളത് ഒരു ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റം എന്ന രീതിയിൽ തന്നെയാണ് ഒന്നാമത്തെ കാര്യം. കാരണം സ്റ്റേറ്റിൻ്റെയാണ് പണം. സ്റ്റേറ്റിൻ്റെ പണം എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിലെ പണം എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ പണമാണ്, സംസ്ഥാനത്തിൻ്റെ ഖജനാവിലെ പണമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ സ്വർണം മാത്രമല്ലല്ലോ, ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുത്ത പണവും, പോലീസിന് കൊടുത്ത പണവും, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്ത പണവും ഒക്കെ ദേവസ്വം, അതായത് തീർത്ഥാടന കാലത്ത് ഇതൊക്കെ ഇനി പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കൃത്യമായ കണക്കുകളിലേക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്. രണ്ടാമത്തെ കാര്യം, നിയമസഭയ്ക്കുള്ളിൽ എന്തുകൊണ്ടാണ് LDFൻ്റെയും CPMൻ്റെയും തന്ത്രങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടത് എന്നവർ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം സാധാരണഗതിയിൽ CPMഉം LDFും ഒക്കെ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടാണ് സഭയിലേക്ക് വരിക. മുതിർന്ന നേതാക്കളുടെ അഭാവം CPMനെ ഗ്രസിച്ചിട്ടുണ്ടോ എന്നൊരു ശങ്ക ഒരു പത്രപ്രവർത്തകൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശ്രീ MV ഗോവിന്ദൻ മാഷ് എനിക്ക് തോന്നുന്നു അദ്ദേഹം സഭയിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. തെറ്റാണെങ്കിൽ ശ്രീ പ്രേമനെ തിരുത്താം. ഇല്ലെങ്കിൽ തന്നെ അദ്ദേഹമൊക്കെ ഉള്ള ഒരു നിയമസഭയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഒരു എന്ന് വെച്ചാൽ നിയമസഭയുടെ അന്തസ്സിനെ കോട്ടം തട്ടുന്ന വിധത്തിലേക്കാണല്ലോ സഭാ സമ്മേളനത്തിലെ ട്രഷറി ബെഞ്ചിൽ നടക്കാൻ പോയത്. അതെന്തുകൊണ്ടാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ വിഷയം എന്താണ്? ശബരിമലയിലെ സ്വർണം കളവ് പോയ കാര്യം. അത് ചോദിക്കേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനാണ്. അത് ചോദിച്ച് മടുത്തപ്പോൾ അവർ പ്രത്യക്ഷ പ്രതിഷേധത്തിൽ സഭയ്ക്കുള്ളിൽ നടത്തി. അപ്പോൾ ബാനർ പിടിച്ചു, പ്ലക്കാർഡ് പിടിച്ചു. അതൊന്നും പുതുമയുള്ള കാര്യമില്ല, ഇതിന് മുമ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർ ഒരു അക്രമവാസനയും നടത്താതെ തന്നെ അവരുടെ സമരം അവർ വിജയിപ്പിച്ചെടുത്തു. ഇവിടെ എന്തുകൊണ്ടാണ് CPM പരാജയപ്പെട്ടു പോയത്? അവരുടെ തന്ത്രം എന്തുകൊണ്ടാണ് പാളിയത്? അങ്ങനെ തന്ത്രം പാളിയത് കൊണ്ടാണ് അവർ പരിഹാസം എന്നുള്ള പുതിയ നയം പുറത്തെടുത്തത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇവരെ നുണയായുധമാക്കുക, അശ്ലീലമായുധമാക്കുക, ഇപ്പോൾ പരിഹാസമായുധമാക്കുക.
നോക്കൂ ശ്രീമതി സ്മൃതി, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ മുഖ്യമന്ത്രിയിൽ നിന്നും കാണുന്നു, അതുപോലെ തന്നെ മന്ത്രിയിൽ നിന്ന് കാണുന്നു, അതുപോലെ ഇന്ന് ഒരു അംഗത്തിൽ നിന്ന് കാണുന്നു, ഒരു ഭിന്നശേഷി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 2 കയ്യും ഇല്ലാത്ത ഒരാളെന്നൊക്കെ പറയുമ്പം ഈ നാട്ടിൽ എത്രയോ പേര് സങ്കടപ്പെടുന്നുണ്ടാകും. കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു കുഞ്ഞിൻ്റെ കയ്യ് ഈ ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ മൂലം നഷ്ടപ്പെട്ടത്. ആ കുഞ്ഞിൻ്റെ അമ്മ ഇത് കേൾക്കുമ്പോഴത്തെ അവസ്ഥ എന്താ? ഇതൊന്നും ഇവർ ആലോചിക്കുന്നില്ല. ഇവർ ചേർത്ത് പിടിക്കുകയല്ലേ? ഇതൊന്നും ഇവർ ആലോചിക്കുന്നില്ല. 2 കൈയില്ലാത്ത ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെട്ടിരിക്കുമ്പോൾ അതൊക്കെ ഒരു തമാശ രൂപത്തിൽ പ്രതിപക്ഷത്തെ അടിക്കാനുള്ള വടിയാക്കുകയാണോ? ഞാനിവിടെ ആലോചിക്കുന്നത് 1957 EMS നമ്പൂതിരിപ്പാട് ഭാവി കേരളം എന്നൊരു മുദ്രാവാക്യവുമായി ചർച്ച തുടങ്ങിയിരുന്നു. ഒരുപക്ഷെ AKGയും EMSഉം അതുപോലെ BTRഉം രാമമൂർത്തിയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല 2025 ആകുമ്പം കേരളത്തിലെ CPM ഭരണം ഇതുപോലെ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വിധേയമാകുമെന്ന്. ആ ഭാവി കേരളം ഇതാണോ എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. മറ്റൊരു കാര്യം, അദ്ദേഹം ഇപ്പോൾ കാന്തപുരം അത് വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. ഇവിടെ പ്രേംകുമാർ അവസാനം പറഞ്ഞു മുഖ്യമന്ത്രി എല്ലാം ആര് പറഞ്ഞാലും തെറ്റാണെന്ന്. പക്ഷേ അത് അദ്ദേഹം പറയാൻ 20 മിനിറ്റ് എടുത്തു. ഈ 20 മിനിറ്റിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് എന്തെങ്കിലും ഒരു ക്യാപ്സ്യൂൾ വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. തെറ്റാണെങ്കിൽ പ്രേമ താങ്കൾ ക്ഷമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ താങ്കൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് താങ്കൾക്കൊരു എന്തെങ്കിലും ഒരു ക്യാപ്സ്യൂൾ താങ്കളുടെ ഫോണിൽ വന്ന് കാണണം. അല്ലെങ്കിൽ താങ്കൾ ആദ്യം അതിനോട് പ്രതികരിച്ച അങ്ങനെ അല്ലല്ലോ. ഇവിടെ ഈ ഒരു പാർട്ടിയിലെ നേതാക്കളെ പൊക്കാനും പൊക്കിപ്പിടിച്ച് മുദ്രാവാക്യം വിളിക്കാനും വാഴ്ത്തുപാട്ട് പാടാനും ആളുകൾ ഉണ്ടാവുകയും അങ്ങനെ സ്വയം പൊങ്ങിപ്പോകുന്ന ഒരു പാർട്ടിയിലെ പൊക്കത്തെക്കുറിച്ച് ചർച്ച വരും. അതങ്ങനെ ചർച്ച ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ആ പാർട്ടി എത്തും. അങ്ങനെ പൊക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നാളെ ഒരു പക്ഷേ പൊക്കമില്ലാത്തവരെല്ലാം ഈ പാർട്ടി വിട്ടുപോവുക എന്നൊരു പക്ഷേ അവർ പറഞ്ഞാലെന്ത് ചെയ്യും? അപ്പോൾ ഈ പൊക്കം എന്ന് പറയുന്നത് നജീബ് പറഞ്ഞ പോലെയല്ല ഞാൻ കാണുന്നത്. ഒരുപാട് പൊക്കമില്ലാത്ത നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതായത് പൊക്കം എന്ന് പറയുന്നത് പ്രകൃതിയുടെയും അതൊരു ശാരീരികാവസ്ഥയും ജന്മനാ ഉള്ളതുമാണ്. അതും രാഷ്ട്രീയമായിട്ട് എന്താ ബന്ധം? നമ്മുടെ നാട് ഭരിച്ചവരെ, കേന്ദ്രം ഭരിച്ചവരെ, എന്തിന് സാഹിത്യ സേവന രംഗത്ത് എത്രയോ പേരുണ്ട്. അത് പരസ്യമായി പറഞ്ഞാൽ കുഞ്ഞുണ്ണി മാഷല്ലേ. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തായ ശ്രീ പ്രഭാവർമ്മ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഉപദേശകനാണല്ലോ, അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം അവസരങ്ങളിലൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ ചില കവിതകളൊക്കെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ചൊല്ലി കേൾപ്പിക്കണം. കാരണം ഇതൊക്കെ ഒരു സഭയിൽ ഇതൊക്കെ ആവശ്യമാണ്. പത്രോപദേശം എന്ന് പറയുമ്പം ഇതൊക്കെ പറയേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പൊക്കമില്ലാത്തൊരവസ്ഥയെക്കുറിച്ചൊക്കെ ഒരു നിയമസഭയിൽ പറയേണ്ട വേള ഈ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണോ? ചോദ്യം എന്താണ്? ശബരിമല എടുത്ത സ്വർണം എവിടെ പോയി? അതിന് ഉത്തരം നൽകേണ്ടത് എന്താണ്? മുഖ്യമന്ത്രി നൽകിയ ഉത്തരം എന്താണ്? അതായത് കുറ്റവാളികൾ ശിക്ഷിക്കും. കുറ്റവാളികളെ രക്ഷിക്കുന്ന ആരെങ്കിലും പറയുമോ? കുറ്റവാളികളെ ശിക്ഷിക്കുന്നുള്ളത് മുഖ്യമന്ത്രി പറയേണ്ട കാര്യമല്ല. അവിടെ സ്വർണം എവിടെ പോയി? ആ സ്വർണം കടത്തിയതിൻ്റെ ഉത്തരവാദികൾക്കെതിരെ എന്തുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങൾക്കൊന്നും നടപടി എടുത്തില്ല? എന്തുകൊണ്ട് ഇത്തവണ മാത്രം അത് കണ്ടെത്തി? എന്തുകൊണ്ട് കോടതിക്കെതിരെ ഇടപെടേണ്ടി വന്നു? ഇവരിപ്പോൾ എപ്പോഴും പറയുന്നത് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ കൃത്യമായി എന്നാണ്. അത് കോടതിയെ തീരുമാനിച്ച ശ്രീമതി സ്മൃതി, അല്ലാണ്ട് ഈ സർക്കാരല്ല. സർക്കാർ അതിനോട് സഹകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. അല്ലെ കോടതി സ്വയം അന്വേഷണം നടത്തും. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയവ്യതിയാനം എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായി കണ്ടുകൂടാ. കാരണം അവരിപ്പോൾ ഒരു 80 ലക്ഷം വീടുകളിലേക്ക് ഇവരെ കോളേജ് കുട്ടികളെ ഉപയോഗിച്ച് സർവേ നടത്താൻ പോവുകയാണ്. എന്താണ് ഇവർ ഈ സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ സർവേയിൽ ഇവർ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്കെന്താണെന്നറിയാം, അതൊരു PR വർക്കായിരിക്കും. പക്ഷേ ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ തൊഴിലില്ലാത്ത കാര്യത്തെക്കുറിച്ച് ആ സർവേയിൽ ചോദിക്കുമോ? അവരോട് പൊതുവിദ്യാഭ്യാസ രംഗം, ഉന്നത വിദ്യാഭ്യാസ രംഗം ചോദിക്കുമോ? എന്തിന് ഭക്തരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ തിരിച്ചു ചോദിക്കില്ലേ സ്വർണത്തിൻ്റെ കാര്യം? അപ്പോൾ ഈ സർവേ നടത്തുമ്പോൾ ആ സർവേയുടെ ചോദ്യവലി തയ്യാറാക്കുന്നത് ആരാണ്? എന്തിനാണ് ഇത്ര ഒരു സർവേ? അതിന് ചിലവാകുന്ന പണം ഏതാണ്? ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ മറച്ചു വെക്കാനായിട്ട് പരിഹാസവും അതുപോലെ തന്നെ ജനകീയ വിഷയങ്ങളെ മാറ്റിമറിക്കാനായിട്ട് നമ്മൾ സ്ഥിരം പറയുന്നത് പോലെ നല്ല പഞ്ചുവാചകങ്ങൾ, അത് പരിഹാസമായാലും കൊള്ളാം, അത് ആക്ഷേപമായാലും കൊള്ളാം, അത് വ്യക്തിഹത്യയായാലും കൊള്ളാം, അത് ചർച്ച ചെയ്യപ്പെടണം. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ ചർച്ചയുടെ പകുതി ഭാഗവും അപഹരിക്കപ്പെട്ടത് ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളും മന്ത്രിയുടെ പ്രസ്താവനയും MLAയുടെ പ്രസ്താവനയുമല്ലേ? അവിടെ ചർച്ച ചെയ്യാതെ പോയത് ശബരിമലയിലത്തെ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായ പുതിയ അന്വേഷണങ്ങളല്ലേ? കോടതിയുടെ നിരീക്ഷണത്തിലൊരു അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തോടെ സഹകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാവുകയാണെങ്കിൽ അവർ പറയേണ്ട ഉത്തരവിതല്ല. അത് ഈ ശാരീരികമായ ഒരു മനുഷ്യൻ്റെ ഒരു MLAയുടെ, അത് വനിതാ MLA ആണോ പുരുഷ MLA ആണോ, നമുക്ക് ആരെ വേണേൽ കരുതാം. ഇന്നലെ അവിടെയുള്ള 5 MLAമാരിലൊരു വനിതാ MLAയും ഉണ്ടായിരുന്നു. അപ്പോൾ ആരെക്കുറിച്ചാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാം. പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ഡൽഹിക്കാണ് പോയത്.
അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഭ്യന്തരമന്ത്രിയെ കാണുന്ന കാര്യം നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നില്ല. കാരണം അത് വേറെ സംസ്ഥാനത്തിൻ്റെ വികസനം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ആഭ്യന്തരമന്ത്രിയെ കണ്ട ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു പുതിയ പ്രസ്താവന നമ്മൾ പ്രതീക്ഷിക്കാൻ വേണമെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇതാ UDF അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു എന്നൊരു സന്ദേശം CPM-ന് കൊടുക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന 2 കൂട്ടരല്ലേ ഉള്ളൂ. ആ ഒരു കൂട്ടരുടെ കാര്യത്തിലെ വയനാട് വിഷയം ചർച്ച ചെയ്യാനാണ് ചൂരൽമല മുണ്ടക്കൈ. ആയിക്കോട്ടെ, ആഭ്യന്തരമന്ത്രി വയനാട് വിഷയം ചർച്ച ചെയ്യുന്നതിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി ഏത് മന്ത്രിമാരായിട്ടൊക്കെ ചർച്ച ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ആ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട ആൾ ആഭ്യന്തരമന്ത്രി ആണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല, അത് നല്ല കാര്യം. പക്ഷേ അതിലൊരു രാഷ്ട്രീയം കൂടെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ന് നിയമസഭയിൽ 3 MLA-മാരെ സസ്പെൻഡ് ചെയ്തു ശ്രീ ഷംസീർ സ്പീക്കർ. ഈ 3 MLA-മാരെ സസ്പെൻഡ് ചെയ്യാനായിട്ട് ആരാണ് പ്രമേയം കൊണ്ടുവന്നത്? പാർലമെൻ്ററി കാര്യ മന്ത്രി MP രാജേഷ്. അദ്ദേഹം പുരോഗമന ചിന്താധികാരനായ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താവാണ്. കഴിഞ്ഞ വർഷം കേന്ദ്രത്തിൽ BJP ഗവൺമെൻറ് അവസാന കാലത്തെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തു പ്രതിപക്ഷ MLA-മാരെ, കോൺഗ്രസ് MLA-മാരെയൊക്കെ. അന്ന് CPM വളരെ രൂക്ഷമായിട്ട് നമ്മുടെ കേന്ദ്ര CPM കേട്ടോ, അവർ പ്രതികരിച്ചിരുന്നു. ഇപ്പൊ അതിന്റെ ഒരു ചെറിയ പതിപ്പല്ലേ ഇവിടെ കാണുന്നത്. ശരി, ഇവിടെ CPM-ന്റെ നയത്തിന് അനുകൂലമാണോ അത്? മുതലുകെട്ടവർക്കെതിരെയുള്ള പ്രതിഷേധം എന്നാണ് ഇവിടെ പ്രതിപക്ഷവും BJP-യും പറയുന്നത്. ആ രൂപത്തിലാണ് തെരുവിലെ പ്രതിഷേധം, സഭയിലേക്ക് എത്തിയ പ്രതിഷേധവും ബാനറുകളിലും അതാണല്ലോ കണ്ടത്. പക്ഷെ അതിന് വേറൊരു രൂപത്തിൽ ഭരണപക്ഷം മറുപടി നൽകുമ്പോൾ അത് ജനം എങ്ങനെ എടുക്കും എന്നുള്ളതും ഒരു വിഷയമാണല്ലോ. ആത്യന്തികമായി അവിടെയാണ് മറുപടി നൽകേണ്ടത്. ഇപ്പോൾ ഈ ദേവസ്വം ബോർഡിനെതിരെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും ദേവസ്വം മന്ത്രിക്കെതിരെയും പ്രതിഷേധം വരുമ്പോൾ ഈ കാലത്തല്ലല്ലോ, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കെതിരെയല്ലല്ലോ, ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റിനെതിരെയല്ലല്ലോ എന്ന് നിങ്ങൾ മറുപടി പറയും. എന്നാൽ 2019 കാര്യം ചോദിക്കുമ്പോൾ അവിടെ പിഴവ് പറ്റിയെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുമില്ല. അതൊരു ശരിയായ രീതിയാണ്. ഞാനിവിടെ പറഞ്ഞ 1-2 കാര്യങ്ങളോടൊന്ന് പ്രതികരിച്ചിട്ട് ഞാൻ പറയാം. ഇവിടെ BJP-യുടെ പ്രതിനിധി ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. യഥാർത്ഥത്തിൽ നിയമസഭ എന്ന് പറയുന്നത് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണല്ലോ. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമത്തിന് ഇന്ന് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഏക കിടപ്പാടത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു ബില്ല് ഇന്ന് നിയമസഭ പാസ്സാക്കുകയുണ്ടായി. അതുപോലെ തന്നെ അധിക നികുതിക്ക് അധിക സ്ഥലം, നിലവിൽ കൈവശരേഖയിലും നികുതി അടയ്ക്കുന്നതിലും അധികമുള്ള സ്ഥലം, ആ സ്ഥലത്തിന് നികുതി അടയ്ക്കാനും അതിന് കൃത്യമായിട്ട് അത് അതോറിറ്റേറ്റീവ് ആക്കുന്ന നിലയിലുള്ള ഒരു നിയമം ഇന്ന് നിയമസഭ പാസ്സാക്കുകയുണ്ടായി. 10 നിയമം ഇന്ന് കേരള നിയമസഭ പാസ്സാക്കുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണ സഭകളുടെ ആ അധികാരത്തെയും അത്തരം സംവാദാത്മകമായി ആ കാര്യങ്ങൾ നാടിനും ജനങ്ങൾക്കും എത്തിക്കുകയും ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ പ്രതിപക്ഷം ചെയ്ത സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടും ചീഫ് മാർഷലിനെ വരെ ആക്രമിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പേക്കൂത്ത് എന്തിനു വേണ്ടിയായിരുന്നു? യഥാർത്ഥത്തിൽ ഇത് സഭയ്ക്ക് പുറത്തു നടത്താമായിരുന്നല്ലോ. എന്തിനാണ് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ വന്നത്? ചോദ്യോത്തര വേള തടസ്സപ്പെടുത്തിയതിന്റെ ന്യായം എന്താണ്? അപ്പോൾ ഇത് വിഷയം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്നതിന്റെ ഭാഗമാണല്ലോ. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ക്യാപ്സ്യൂൾ വന്നിട്ടാണെന്നൊക്കെ ബഹുമാന്യനായ മാധ്യമ പ്രവർത്തകൻ ശ്രീ ശ്രീകുമാർ പറയുണ്ടായി. അദ്ദേഹത്തിന്റെ അനുഭവം വെച്ചാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറയുന്നത് ബോഡി ഷെയ്മിംഗ് ആര് നടത്തിയാലും ശരിയല്ല എന്നാണ് പറഞ്ഞത്. MM മണിയെ ബോഡി ഷെയ്മിംഗ് നടത്തിയല്ലേ, ശരിയാണോ? പിണറായി വിജയനെ ജാതി അധിക്ഷേപം നടത്തിയല്ലോ, അത് ശരിയാണോ? ഈ നിയമസഭാ സമ്മേളനത്തിന്റെ സമയത്തല്ലേ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ മണ്ണാർക്കാട് MLA ശ്രീ ഷംസുദ്ദീൻ വളരെ മോശമായിട്ട് പദപ്രയോഗം നടത്തിയത്? അതാരാണ് അത്തരം പദപ്രയോഗം നടത്തുന്നത്? ആരാണ് ബോഡി ഷെയ്മിംഗ് നടത്തുന്നത്? അതാര് നടത്തിയാലും ശരിയല്ല എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിന് അരമണിക്കൂർ കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിത് പറഞ്ഞൊരു കാര്യം പറഞ്ഞത് നമുക്ക് സമ്മതിക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. പിന്നെ ഇപ്പൊ ഇവിടെ BJP-യുടെ പ്രതിനിധി പറയാണ്, BJP-യുടെ പ്രതിനിധി 8.5 കോടി അയ്യപ്പ സംഗമത്തിന് ചെലവായെന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടുന്നാണ് അദ്ദേഹത്തിന് ആ കണക്ക് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. അവരിപ്പോ ഈ നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്ന പോലെ ഗാന്ധിയെ കൊന്ന ഗോഡ്സേക്ക് അമ്പലം പണിയാനും അദ്ദേഹത്തിന്റെ പേരിൽ റോഡിന് പേരിടാനും ഒക്കെ പരിശ്രമിക്കുന്ന ഒരു പാർട്ടി ഇന്ന് രാജ്യത്ത് രാഷ്ട്രീയ അധികാരം കൊണ്ട് ജുഡീഷ്യറിയെയും പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും ഒക്കെ വിലക്കെടുക്കുന്ന ഒരു പാർട്ടി കേരളത്തിൽ CPIM അക്രമം കാണിക്കുകയാണ്, CPIM അഴിമതി കാണിക്കുകയാണെന്ന് പറയാണ്. എന്ത് അഴിമതിയാണ് കാണിക്കുന്നത്? ഏതൊക്കെ നിലയിലുള്ള അഴിമതിയാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കേരളത്തിൽ കള്ളനോട്ടടിച്ചവരെ എങ്ങനെയാ സംരക്ഷിച്ചത്? കള്ളനോട്ടടിച്ചത് BJP-യുടെ നേതാക്കളായിരുന്നില്ലേ? എല്ലാ സംരക്ഷണം അവർക്ക് കൊടുത്ത് BJP ആയിരുന്നില്ലേ? അപ്പോൾ നമ്പർ 1 എന്ന് പറയുമ്പോൾ വിഷമം ഉണ്ടാവും.
രാജ്യത്ത് അതിദരിദ്രത ഏറ്റവും നമ്പർ വൺ കുറവുള്ള നാട് കേരള. എന്താ അത് പറയാൻ മടി? വിഷമം ഈ ബിജെപിക്ക് ഒരൊറ്റ വിഷയം കൊണ്ട് കേരള നമ്പർ വൺ മാത്രമല്ല, അല്ലാതെ സുധാകരനും അതിനെ പരിഹരിച്ച് രംഗത്തെത്തിയിരുന്നു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനിത് പറഞ്ഞിട്ട് താങ്കൾ പ്രതികരിച്ചോളൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് താങ്കൾ പ്രതികരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ ഇതുകൂടെ ഒന്ന് പറയാം. ഇവിടെ ഇപ്പോ കേരളത്തില് ലോകത്തിലെ ഏറ്റവും കുറവ് ശിശുമരണ നിരക്കുള്ള നാട് കേരളമാണ്. ചൂരൽമല മുണ്ടക്കൈ വിഷയത്തിൽ എന്താ ബിജെപിയുടെ നിലപാട്? സെക്ഷൻ 13 പ്രകാരം ദുരന്ത നിവാരണ നിയമത്തിന്റെ 13-ാം വകുപ്പ് പ്രകാരം അവർക്ക് എഴുതി തള്ളാവുന്ന കടായിരുന്നില്ലേ? കേരള ഹൈക്കോടതിക്ക് എത്ര തവണ പറയേണ്ടി വന്നു? അതൊക്കെയല്ലേ പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയ അധികാരികൾ എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ടത്. കേരളത്തില് ഒരു വലിയ ദുരന്തം, ഇതുവരെ രാജ്യത്തുണ്ടായിട്ടില്ലാത്തൊരു ദുരന്തം വയനാട് ഉണ്ടായിട്ട് അവിടെ കിടന്നവരുടെ കിടപ്പാടം മാത്രമല്ല സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യർ, അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഞാൻ ഇവിടെ ശ്രീകുമാർ സംസാരിക്കുന്ന സമയത്ത് താങ്കൾ ഇടപെട്ടില്ല. ഞാൻ ദയവ് ചെയ്ത് ഒരു മിനിറ്റ് ആണെങ്കിൽ ഒരു മിനിറ്റ് അത് പറഞ്ഞാൽ മതി, ഞാൻ നിർത്തിക്കോളാം. ഞാനൊന്ന് പറഞ്ഞു മുഴുവനാക്കട്ടെന്നേ. എന്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാൻ കൂടെ ഒരു സ്വാതന്ത്ര്യം വേണമല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, ചൂരൽമല മുണ്ടക്കൈയില് തകർന്നുപോയ മനുഷ്യര്, ജീവിതം തകർന്നവര്, അവർക്ക് നിലവിലുള്ള നിയമപ്രകാരം കൊടുക്കാമായിരുന്നു. അവരുടെ കടം എഴുതി തള്ളാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല 13-ാം വകുപ്പ് പ്രകാരം. എന്താ രാജ്യത്ത് ബിജെപി ചെയ്തത്? ആ വകുപ്പ് അങ്ങ് അമെന്റ് ചെയ്തു. അമെന്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കേണ്ടതില്ല, ഇപ്പൊ നിയമപ്രകാരം പറ്റില്ല എന്ന് പറയാ. ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന ആസ്തി, അതെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഇപ്പോ ജപ്തി നോട്ടീസും അവർക്ക് കടക്കണിയുടെ ഭാഗമായിട്ടുള്ള നോട്ടീസും വരെ. എന്താ ബിജെപിയുടെ നിലപാട്? അവിടെയാണ് കേരള നിയമസഭ ഏക കിടപ്പാടം അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ല് കൊണ്ടുവരുന്നത്. അതാണ് കേരളത്തിന്റെ മഹത്വം. നമ്പർ 1 ആണെന്ന് പറയേണ്ടി വരും. രാജ്യത്ത് ബിജെപി നിയന്ത്രിക്കുന്ന ഏജൻസികൾ നടത്തിയുള്ള സർവേ അല്ലേ അതിദരിദ്രർ ഏറ്റവും കുറവ് കേരളത്തിലെന്ന് കണ്ടത്? അപ്പൊ രാജ്യത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ, തൊഴില്, ഇന്ത്യയിൽ ആകെ PSC മുഖേന നടത്തുന്ന നിയമനങ്ങളിൽ 51% കേരളത്തിലാ. ഇന്ത്യൻ ജനസംഖ്യയിലെ 3% ഉള്ളൂ കേരളത്തിൽ മനുഷ്യര്. ശരി, നമുക്ക് 28 സംസ്ഥാനങ്ങളിലായി പക്ഷെ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് അങ്ങ് നമ്മുടെ വിഷയത്തിലേക്ക് വന്ന പറഞ്ഞല്ലോ കുറ്റവാളികളെ ശിക്ഷിക്കുമെന്ന് പറയാൻ. കുറ്റവാളികളെ ശിക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതിനാണ്. കുറ്റവാളികളെ സംരക്ഷിച്ച ഭരണാധികാരികളുണ്ട് ഇവിടെ. കോൺഗ്രസ് എന്ന് മറന്നുകൊണ്ട പല നിലയിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ സമയമെടുക്കുന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. തെറ്റ് ചെയ്തവരാരായാലും അവരെ സംരക്ഷിക്കില്ല എന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിൽ. അനുഭവം അതാണ്. 1,87,00,000 രൂപയുടെ ശബരിമലയിലേക്ക് പാത്രങ്ങൾ വാങ്ങിയതിന്റെ അഴിമതിയുണ്ട്. കേരളത്തിലെ മുൻ ആരോഗ്യമന്ത്രി കോൺഗ്രസ് നേതാവ് VS ശിവകുമാറിന്റെ സഹോദരൻ ആ കേസിൽ പ്രതിയാണ്. ശർക്കര കൊണ്ടുവന്നതിന്, നിയമനം നടത്തിയതിന്, അതിലെല്ലാം അഴിമതി നടത്തിയ അമ്പലം വിഴുങ്ങികളാണ് കോൺഗ്രസ്. ദീർഘകാലമായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതൊക്കെ അന്വേഷണം നടത്തുകയും ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യാമായിരുന്നല്ലോ. ഇപ്പോൾ ഒരു പാത്രവുമായി വരുന്നത് എന്താണ്? അതെ, ഇപ്പോഴല്ല പാത്രവുമായിട്ട് വന്നത്. പാത്രം നേരത്തെ ഉള്ളതാ. നമ്മളിപ്പോ പാത്രമൊന്നായിട്ട് വന്നിട്ടില്ല. ഇവിടെ ആ വിഷയം അതുകൊണ്ട് ഇല്ലാതാവില്ലല്ലോ. അമ്പലം വിഴുങ്ങികളുടെ ചരിത്രമാർക്കാണ്. ആരാണ് അമ്പലം വിഴുങ്ങിയിട്ടുള്ളത്? ശബരിമലയിലെ വിഗ്രഹങ്ങൾ പോകുന്നതും അവിടെ നടത്തുന്ന മറ്റ് അഴിമതികളും തമ്മിൽ എന്ത് താരതമ്യമാണ്? അഴിമതി എല്ലായിടത്തും ഉണ്ട്. അഴിമതികൾ ഓരോന്നായി ഇപ്പൊ പുറത്തു വരികയാണ്. അതും ഈ ശില്പം തന്നെ, വിഗ്രഹങ്ങൾ തന്നെ പോകുന്നത് തമ്മിൽ CPIM-ന്റെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ നിലവിലൊരു FIR എങ്കിലും നിലവിലുണ്ടോ? CPM-ന്റെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഒരു FIR എങ്കിലും നിലവിലുണ്ടോ? അത് ഇന്ന് സഭയിൽ ചോദിച്ച കാര്യമാണ്. FIR എന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്താണ്? ഇതിൽ ആരോപണം ഉണ്ടാകുമ്പോൾ അത് എന്ത് അന്വേഷണമാണ് നടത്തിയിട്ടുള്ളത്? പറയാൻ പാടില്ലേ? VN വാസവൻ ചോദിച്ചാൽ പിന്നെ ആരും അത് മിണ്ടാൻ പാടില്ലേ? അല്ല, ഞാൻ ചോദിക്കുകയാണ്. അല്ല, ചോദ്യത്തിന്റെ അർത്ഥമാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് പറയുമ്പോഴും താങ്കൾ നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളുടെ കാലത്ത് FIR ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് അനുവദിക്കുന്ന സമയം പറയൂ. അങ്ങോട്ട് ചോദിക്കുകയാണ് ശ്രീ പ്രേംകുമാർ. നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ മന്ത്രിമാർക്കെതിരെ FIR ഉണ്ടോ എന്ന് ചോദിക്കുന്ന അർത്ഥം എന്താണ്? കോൺഗ്രസിന്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞത് ഒരു തരി സ്വർണം കട്ട ഒരാളെയും സംരക്ഷിക്കില്ല എന്ന് പറയാൻ, അഴിമതിക്ക് കൂട്ടുനിൽക്കില്ല എന്ന് പറയാൻ ആർജവമുള്ള ഒരു ഗവൺമെന്റ് ഇവിടെയുണ്ട്. ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ഇത്ര പറയുമ്പോഴും 2019 അന്നത്തെ ദേവസ്വം മന്ത്രിക്കും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും വീഴ്ച പറ്റി എന്നൊരു വാചകം ഇന്ന് സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ 2025 ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ 2019 കുഴപ്പമുണ്ടായിട്ടുണ്ടല്ലോ. ആ കുഴപ്പത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നേ? നിങ്ങളിങ്ങനെ പുറത്തു വന്ന് നോക്കാൻ മാത്രമുള്ളവരാണോ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും? ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം എന്ന് ചോദ്യമില്ലേ? തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.
വരാം. പ്രതികരണങ്ങളിൽ പക്വതയില്ലായ്മയെക്കുറിച്ച് കൂടി അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ. ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുന്നത് മുഖ്യമന്ത്രി സ്വർണം കട്ടു എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? യഥാർത്ഥ വിഷയത്തിലേക്ക് കൂടുതൽ അതുന്നയിച്ചുകൊണ്ട് പ്രസംഗിക്കുകയല്ലേ വേണ്ടത്? സ്മൃതി, അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇവിടെ ശ്രീ പ്രേംകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ച ഒന്നാമത്തെ കാര്യം 8,22,00,000 രൂപ എവിടെ നിന്നാണ് അങ്ങേക്ക് ആ വിവരം കിട്ടിയെന്ന്. ആ വിവരം കിട്ടിയ സാധനം ഇതാണ്: പ്രൊസീഡിങ്സ് ഓഫ് ദേവസ്വം കമ്മീഷണർ 8,22,00,000 രൂപ ഇതിനു വേണ്ടിയിട്ട് കരാർ IIC ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ സ്ഥാപനവുമായിട്ട് MOU സൈൻ, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തതിന്റെ രേഖയാണിത്. 8,22,00,000 രൂപയാണ് ഇതിനകത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന ആ തുക. അതിനകത്ത് നിങ്ങൾ 3 കോടി രൂപ കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ അറിഞ്ഞു 8,23,00,000 രൂപ 22,147 രൂപ കൊടുത്തു എന്നുള്ളത്. ഇതാണ് ആ രേഖ, അല്ലാതെ കൈവെള്ളയല്ല. ഇതാണ് ആ രേഖ. അതുകൊണ്ട് അങ്ങ് വന്നിരുന്ന് ചാനൽ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് വെറുതെ വിടുവായത്തം പറയരുത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങ് ശിശു മരണ നിരക്ക് കേരളത്തിൽ കുറച്ചു കൊണ്ടുവന്നതിനെ പറ്റി അങ്ങ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു പ്രേംകുമാറെ, ആ പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത് ന്യൂ ബോൺ ബേബി ആക്ഷൻ പ്ലാൻ. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 38 കുഞ്ഞുങ്ങളായിരുന്നു നമ്മുടെ നാട്ടിൽ ന്യൂ ബോൺ ബേബി, പുതുതായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരുന്നത്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ആ റേറ്റ് 17 അതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യൂ ബോൺ ബേബി ആക്ഷൻ കുട്ടികൾ മരിച്ചതിന്റെ കണക്കടക്കം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രാജ്യത്തെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോയാലൊക്കെ അത് എല്ലാവരും പ്രതിക്കൂട്ടിലാകും. കേരളം അക്കാര്യത്തിലൊക്കെ വളരെ മുന്നിലാണെന്നുള്ള കാര്യം അങ്ങേക്കും അനുഭവമുള്ളതാണ്. അപ്പൊ ആ തർക്കം വിടും. ഞാൻ മറുപടി പറയട്ടെ. ഈ തർക്കങ്ങളൊക്കെ നടക്കുന്നത് എന്താ പറയാ, കെട്ടിടം പൊളിഞ്ഞു വീണ് രോഗി മരിച്ച നാട്ടിലാണെന്ന് കൂടെ സ്മൃതി ഓർക്കുക. അപ്പൊ ഇതിനകത്ത് അങ്ങ് അതിനകത്ത് ആ തരത്തിലുള്ള വാഗ്വാദങ്ങൾ നടത്തരുത്. പിന്നെ ഇന്ന് അങ്ങിപ്പോ ചൂരൽമലയുടെ കാര്യം പറഞ്ഞല്ലോ. ഇന്ന് അങ്ങയുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് മന്ത്രിയും കൂടെ അവിടെ പോയിട്ടുണ്ട്. ഡൽഹി പോയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു മുമ്പ് അവര് പോയി നിതിൻ ഗഡ്കരിയെ കണ്ടു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? 237 കോടി രൂപ സ്ഥലമേറ്റെടുക്കലിന് വേണ്ടിയിട്ട് കേരള സർക്കാരിന് കേന്ദ്ര ഗവൺമെന്റ് ഒരു വായ്പ പോലെ അനുവദിച്ചിട്ടാണ് ഈ സ്ഥലമേറ്റെടുക്കൽ നാഷണൽ ഹൈവേക്ക് കൊടുത്തത്. ആ 237 കോടി രൂപ എഴുതി തള്ളണമെന്ന് ആവശ്യപ്പെടാൻ അത് നിതിൻ ഗഡ്കരിക്ക് ഇപ്പൊ എഴുതി തള്ളിയിട്ടുണ്ട്. വാർത്തകൾ വരുന്നുണ്ട്, അങ്ങ് പരിശോധിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ ഒരു കപ്പാസിറ്റി ഇല്ല. വെറുതെ വന്നിരുന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിന്റെ പുറത്ത് പിടിച്ച് ന്യായം അടിക്കുകയാണ്. സ്മൃതി, അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക്, ഇന്ന് ഇവിടെ എന്താ പറയാ, പ്രതിപക്ഷം ഇവർ തീർത്ത ട്രാപ്പിൽ വീണുപോയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. കാരണം ഇവർക്ക് ഈ ചർച്ചകളൊന്നും നടക്കരുന്നവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ബോധപൂർവമാണ് ഈ പറഞ്ഞതുപോലെ CPM നേതാക്കന്മാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ബോഡി ഷേമിങ്ങോട്ട് പോകുന്നത്. നോക്കൂ, 2 ദിവസമായിട്ട് ഇവിടുത്തെ ചർച്ച എന്താണ്? ഈ ബോഡി ഷേമിങ്ങിനെ കേന്ദ്രീകരിച്ചാണ് പ്രതിപക്ഷത്തിന്റെ ചർച്ചകളൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് പ്രതിപക്ഷം ആ കെണിയിൽ വീണു എന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നെ പിണറായി വിജയൻ സ്വർണം കട്ടു എന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചത് എന്താ തെറ്റുള്ളത്? സ്മൃതി, അങ്ങ് മനസ്സിലാക്കണം, ഇത് ബോധപൂർവം മറച്ചു വെക്കപ്പെട്ടിരുന്ന ഒരു വലിയ അഴിമതിയാണ്. ഇത് CPM നേതാക്കന്മാർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. ഇല്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്തുകൊണ്ടാണ് കടകംപള്ളിയും പത്മകുമാറും ഒക്കെ ഇന്നും ഒരു തരത്തിലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളോ ചുമതലകളോ അല്ലെങ്കിൽ പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റി അംഗം പോലും ആകാതെ പത്മകുമാറൊക്കെ തേരാപ്പാര നടക്കുന്നത്? ഇവർക്ക് ഇതൊക്കെ അറിയാമെന്നേ. ഇതൊക്കെ ഇവർ കണ്ണടച്ചു കൊടുത്തത്. ഏതെങ്കിലും ഒരു ക്ഷേത്രം തകർന്നാൽ അത്രത്തോളം അന്ധവിശ്വാസം തകരും എന്ന് പറഞ്ഞിരുന്നവരല്ലേ? അപ്പം അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ശ്രീ പ്രേംകുമാർ ഈ ഡേറ്റയൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അങ്ങ് ഈ ക്യാപ്സൂളുകളെ മാത്രം വിശ്വസിക്കരുത്. ഇതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വേണം വന്നിരുന്നിട്ട് ചാനൽ 4 വരുന്ന തെള്ളാൻ. അല്ലാതെ ഇങ്ങനെ പറഞ്ഞു പോകരുത്. നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ടാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA, നജീബ് കാന്തപുരം MLA, N ശ്രീകുമാർ, ശ്രീ VS ജിതിൻ ദേവ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.